ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ബോട്ടിൽ ആർട്ട് കേട്ടോ. ഒന്നല്ല 3 ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൽ ഫുള്ളായിട്ടും ഒരു റെഡ് കളർ ഇനാമൽ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ജൂട്ട് ത്രെഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജൂട്ട് ത്രെഡ് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ബോട്ടിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും ഇല്ല കേട്ടോ, ഒരു ബോട്ടിലിൻ്റെ നടുക്ക് ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് വാട്ടർമെലൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ചൊരു വലിയൊരു സീഡും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു വലിയ സീഡിലേക്ക് ഞാൻ ഈ വാട്ടർമെലൻ്റെ സീഡ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് ഗ്യാപ്പില്ലാതെ ലെയറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ സീഡ് റംബൂട്ടാൻ്റെ സീഡും അങ്ങനെ എന്തോ ഒരു സീഡാണ്, എനിക്കത് ഓർമ്മയില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സീഡ് ഞാൻ വാട്ടർമെലൻ സീഡ്സിന് പകരം പംകിൻ്റെ സീഡാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മൾ 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് നമ്മൾ ഈ കറിവേപ്പിലുണ്ടല്ലോ, ആ ഒരു കറിവേപ്പിലേൻ്റെ ഒരു സീഡാണ്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ആ ഒരു പൈൻ കോൺ പോലെയുള്ളതൊരു ഡാർക്ക് ബ്രൗൺ വെച്ചിട്ടാണ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പൈൻ കോൺ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു കറിവേപ്പിലിൻ്റെ സീഡ്സ് ആണെങ്കിൽ ഞാൻ റെഡ് കളർ കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയുടെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ബോട്ടിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആ ഒരു ജൂട്ട് ത്രെഡിൻ്റെ മേലെ അങ്ങനെ ചെറിയൊരു വൈറ്റ് കളർ ഒരു പഴയ ലേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് കുറച്ച് ഡ്രൈ ലീവ്സ് ആണ്. അപ്പോൾ ഇത് മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന പുല്ലിലുണ്ടാകുന്ന ഫ്ലവേഴ്സ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ആ ഒരു കറിവേപ്പിലിൻ്റെ സീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന വാട്ടർമെലൻ്റെ ആ ഒരു കോൺ പോലെ ഉണ്ടല്ലേ, അപ്പോൾ അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ബ്രൗൺ കളറിൻ്റെ മേലെ ചെറുതായിട്ടൊരു വൈറ്റ് കളറും കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൈൻ കോണിൻ്റെ മേലെയൊക്കെ ഒരു മഞ്ഞിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാ ഉള്ള ഒരു ത്രെഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് റെഡ് കളർ ബീഡ്സ് ഉണ്ടായിരുന്നു, ഇങ്ങനെ ത്രെഡിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മോളുടെ ഹെയർ ബാൻഡിലുള്ളതായിരുന്നു, പഴയതായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 സീഡ്സ് ഞാൻ റെഡ് കളർ പെയിൻറ്റ് ചെയ്തിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു പുല്ലിന് ഇങ്ങനെ എല്ലാ ഭാഗത്തും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ഭാഗം പെയിൻറ്റ് ചെയ്യാതെ വെച്ചിട്ടുണ്ട്, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ എൻ്റെ കയ്യിലൊരു സാറ്റിൻ റിബൺ ഉണ്ടായിരുന്നു, ഗോൾഡൻ കളർ, പഴയ ഉടുപ്പിലുള്ളതാണ്. അപ്പോൾ അതൊന്നിങ്ങനെ ജസ്റ്റ് ഒരു ബോ പോലെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ബൊക്കയുടെ താഴെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഒരു ക്രിസ്മസ് തീമിൽ നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് ക്രിസ്മസ് തീമിലുള്ള ഒരു അടിപൊളി ബോട്ടിലായിട്ടാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഹണിയുടെ ബോട്ടിലാണ് കേട്ടോ, ഡാബർ ഹണിയിൽ. അപ്പോൾ അതിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ജാമിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ സാധാരണ ലിക്വർ ബോട്ടിലൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു മാസോൺ ജാർ ഡെക്കറേഷൻസ് ആണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കോട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കളർ അത്രക്കൊരു ഭംഗിയില്ല കേട്ടോ, ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സെക്കൻഡ് കോട്ട് അടിക്കുന്നത് ഈ ഒരു ബ്ലൂയിലേക്ക് കുറച്ചും കൂടെ അങ്ങനെ ഒരു 1-2 ഡ്രോപ്പ് ബ്ലാക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ഡാർക്ക് കളർ തന്നെയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എടുത്തുള്ളത് നമ്മൾ ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പാണ്. അപ്പോൾ 2 സൈസിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം ആ ഒരു വലിയ സൈസിലുള്ളത് എടുത്തിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലെ ആ ഒരു ചെറിയ സൈസിലുള്ള ഒരു ക്യാപ്പ് വെച്ചിട്ടും ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ഒരു സ്നോമാനാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ചെറിയ ക്യാപ്പ് എടുത്തിട്ട് ആ ഒരു തലയുടെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ആ ഒരു ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ വലിയ സൈസിലുള്ള ക്യാപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ചെയ്തിട്ട് ആ 2 റൗണ്ട് ഉണ്ടല്ലോ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നത്, അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മളുടെ പെയിൻറ്റ് ബ്രഷിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ഇങ്ങനെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബോട്ടിലിപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്നോമാൻ ഇങ്ങനെ കുറച്ച് കണ്ണും മൂക്കൊക്കെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൽ കണ്ണ്, മൂക്ക്, വായൊക്കെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു വയറിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ 3 ബട്ടൺസ് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനൊരു സ്നോമാൻ്റെ മൂക്ക് എന്ന് പറയുമ്പോൾ ഒരു ക്യാരറ്റിൻ്റെ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് കളർ ഓറഞ്ച് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു 2 കൈയൊക്കെ ഇങ്ങനെ ഒരു സ്റ്റിക്കൊക്കെ വെച്ചിട്ടല്ലേ ചെയ്യുക, ഒരു ബ്രൗൺ കളർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രൗൺ കളർ വെച്ചിട്ട് 2 കൈ പോലെയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളൊരു റെഡ് കളർ ഒരു ഷോൾ ഇട്ട പോലെ റെഡ് പെയിൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്നോമാൻ്റെ ഡിസൈനൊക്കെ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു സ്നോമാൻ ഇങ്ങനെ മഞ്ഞിലിരിക്കുന്ന ഒരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഫുള്ളായിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാസൺ ജാർ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ നെക്കിൻ്റെ സൈഡിൽ ഒരു ജൂട്ട് ത്രെഡും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് രണ്ടാമത്തെ ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു ബോട്ടിലായിട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ട് ഫുള്ള് ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ട്രീ ഒക്കെയാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ലൈറ്റ് ബ്രൗൺ എടുത്തിട്ട് ഒരു ട്രീൻ്റെ സ്റ്റെമ്മൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ലെങ്തി ആയിട്ടുള്ള ഒരു 2-3 ട്രീസാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആ ഒരു സ്റ്റെമ്മൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം അതിനിങ്ങനെ ചെറിയ ചെറിയ ബ്രാഞ്ചസും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ആട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് ആ ഒരു ബ്രാഞ്ചസ് വരച്ചു കൊടുത്തു. പിന്നെ ഞാൻ സാബ്രീന് വെച്ചിട്ട് അതിന് ഫുള്ളായിട്ട് ഇങ്ങനെ ലീവ്സും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ തിന്നായിട്ടുള്ള ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ 1 സ്ട്രോക്ക് പെയിൻറ്റിങ് പോലെ വരച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മൾ കുറച്ച് ആ ഒരു ഗ്രീൻ കളർ ഒരു തിക്കായിട്ട് തന്നെ ഇങ്ങനെ ലീവ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് അതിൻ്റെ മേലെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ മഞ്ഞ് മൂടിയിട്ടുള്ള ഒരു രീതിയിലാണല്ലോ കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വൈറ്റ് കളറും കൂടെ ആ ഒരു ഗ്രീൻ്റെ കൂടെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഡിസൈന് കാണാനായിട്ട്. പിന്നെ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ഞാൻ ചെറിയൊരു സ്നോഫ്ലേക്സും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്ത് ഫുള്ളായിട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു സ്നോയുടെ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ്. ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് അങ്ങനെ വന്നപ്പോൾ നല്ലൊരു നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് അല്ലേ. പിന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു ലീവ്സിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വൈറ്റ് കളർ കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സാബ്രീന് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ക്രിസ്മസ് തീം ആകുമ്പോൾ കുറച്ചൊരു റെഡ് കളർ ഉണ്ടാകുമ്പോഴാണ് ഭംഗി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു റെഡ് കളർ പെയിൻറ്റ് എടുത്തിട്ട് ആ ഒരു 2-3 ട്രീയിൽ ഇങ്ങനെ ചെറുതൊന്നിങ്ങനെ ഡിസൈൻ പോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഡോട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ സ്നോ വീഴുന്ന ഒരു സ്ഥലം പോലെയുണ്ട്. ഫുൾ ട്രീസൊക്കെ ആയിട്ട് പിന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ മഞ്ഞൊക്കെ വീഴുന്ന നല്ലൊരു ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ നമ്മൾ തിന്നായിട്ട് ഒരു ബ്രഷ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ആ ഒരു നെക്കിൻ്റെ സൈഡിൽ ജസ്റ്റ് ഒരു റെഡ് കളർ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരം ജൂത്തൊട്ട് വേണമെങ്കിൽ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് തീമിലുള്ള 3 ബോട്ടിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ല പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.